നടത്തണമെന്ന് പരാതി. നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസെടുത്തത്. എസ് രാഗിൻ വിവരങ്ങൾ നൽകും. രാഗിൻ, ഉയർന്ന പരാതി എന്താണ്? നടപടി എന്താണ്? നടിയുടെ പരാതിയിലാണ് ഈ നടന്മാർക്കെതിരെ ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. ഇൻഫോ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൃക്കാക്കര പോലീസിന് ഇത് കൈമാറിയിട്ടുണ്ട്. ഇത് ആത്യന്തികമായി SIT പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇത് അന്വേഷിക്കും. നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ രൂപീകരിക്കപ്പെട്ട SIT തന്നെ ഇത് അന്വേഷിക്കും. ഈ സീരിയലിന്റെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ ലൈംഗികാതിക്രമം നടന്നു എന്നതാണ് ഈ നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അതിലാണ് ബിജു സോമാനം, അതോടൊപ്പം തന്നെ SP ശ്രീകുമാർ എന്നിവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഒരാളാണ് ലൈംഗികാതിക്രമം നടത്തിയത്, മറ്റൊരാൾ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത് എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ FIR അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഇനി ഈ കേസ് SITക്ക് കൈമാറും. നേരത്തെ SIT ഹൈക്കോടതിയിൽ തന്നെ നൽകിയത് 33ഓളം കേസുകളാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത്തരത്തിലുള്ള പരാതികളുടെ അടിസ്ഥാനത്തിൽ എന്നതാണ്. എന്തായാലും കൂടുതൽ കേസുകൾ വരുന്നു എന്നത് തന്നെയാണ് ഇതിൽ ഗൗരവകരമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായും ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ സെറ്റിൽ തന്നെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നടന്നു എന്നതാണ് നടി പ്രധാനമായും പരാതിയായി നൽകിയിട്ടുള്ളത്. അത് വളരെ ഗൗരവതരം തന്നെയാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണോ? അതിന്റെ ഒരു സമയം, അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനാകുമോ? സമീപകാലത്ത് തന്നെ നടന്ന സംഭവമാണ് എന്നതാണ് ഇപ്പോൾ പോലീസിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രമുഖ നടി ഇത്തരത്തിലൊരു പരാതി നൽകിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. പോലീസ് പറയുന്നത് പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബിജു സോപാനത്തിനെതിരെയാണ്. അതോടൊപ്പം തന്നെ ഭീഷണിപ്പെടുത്തി SP ശ്രീകുമാർ എന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന പ്രാഥമിക വിവരം. എന്തായാലും ഈ രണ്ടു പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. കുറച്ചു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ സീരിയൽ രംഗത്ത് നിന്നും വീണ്ടും ഒരു പീഡന പരാതി കൂടി വന്നിരിക്കുകയാണ്. ഉപ്പുമുളകും സീരിയൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ആരാധകരുള്ള സീരിയലാണിത്. ഈ സീരിയലിലെ ഒരു നടി അതേ സീരിയലിലെ തന്നെ നടന്മാരായ ബിജു സോപാനം, SP ശ്രീകുമാർ എന്നീ 2 നടന്മാർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത്. കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് ഈ നടന്മാർക്കെതിരെ ഈ നടി പരാതി കൊടുത്തിരിക്കുന്നത്. SP ശ്രീകുമാറിനെ പലർക്കും അറിയായിരിക്കും. സീരിയൽ നടിയായ സ്നേഹ ശ്രീകുമാറിന്റെ ഭർത്താവാണ്. ഇവർക്കൊരു YouTube ചാനലും കൂടെ ഉണ്ട്. ഈ ഒരു വാർത്ത അനുസരിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ബിജു സോപാനമാണെന്നും ഭീഷണിപ്പെടുത്തിയത് SP ശ്രീകുമാർ ആണെന്നുമാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നടന്മാർക്കെതിരെ സമീപകാലത്ത് ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇതിൽ ഒരുപാട് കേസുകളും പിന്നീട് നമ്മൾ അറിയാൻ സാധിച്ചത് ഇവരെ അപകീർത്തിപ്പെടുത്താനായിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസുകളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് അന്വേഷിച്ച് തെളിയാതെ ഇതിനെക്കുറിച്ച് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാൻ സാധിക്കില്ല. ഉപ്പുമുളകും എന്ന സീരിയലിനെ കുറിച്ച് ഇതിനു മുമ്പ് വളരെ മോശം വാർത്തകൾ ഒരുപാട് നമ്മൾ കേട്ടതാണ്. അതിലൊന്നാമത് ഇതിൽ അഭിനയിച്ച ഒരു മുത്തശ്ശിയും ആ സീരിയൽ സെറ്റിൽ തന്നെ ഒരു കൊച്ചുമോനുമായിട്ടുള്ള വീഡിയോ, ഒരു മോശം വീഡിയോ ആണ്. അത് ഒരുപാട് വൈറലായിരുന്നു. അതിനുശേഷം ആ മുത്തശ്ശി ആ സീരിയലിൽ നിന്ന് മാറി നിൽക്കുകയും അവര് പിന്നെ എവിടെയാണെന്ന് പോലും അറിയില്ല. അവരെ കുറിച്ച് പിന്നീട് വാർത്തകൾ തന്നെ കേൾക്കാതായി. അവര് എല്ലാത്തിൽ നിന്നും ഒളിച്ചു മാറി ഒരു വീട്ടിൽ താമസിക്കുകയാണെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം ഈ സീരിയലിലെ പ്രധാന കഥാപാത്രമായ നിഷ സാരംഗ് ഇതേ സീരിയലിലെ പ്രൊഡ്യൂസർ അവരോട് മോശമായി പെരുമാറിയെന്നും അവരെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നും പരാതി പറഞ്ഞിരുന്നു. അതിനുശേഷം നിഷ സാരംഗ് അറ്റൻഡ് ചെയ്ത ഒരുപാട് ഇന്റർവ്യൂവിൽ അവർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഇവര് ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിരുന്നു, ഈ പറഞ്ഞ ബിജു സോപാനം ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരാളിൽ നിന്നും പെട്ടെന്ന് ഇതുപോലൊരു വാർത്ത കേൾക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് പലർക്കും ഇത് വിശ്വസിക്കാൻ പറ്റാത്തത്. എന്തായാലും ഇതിന്റെ ആ ഒരു സത്യാവസ്ഥ പുറത്തു വരട്ടെ. കാരണം പല ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയും ചില കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടും സ്ത്രീകൾ മനഃപൂർവ്വം ഇത്തരം വാർത്തകൾ കൊടുക്കുന്നത് ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാർത്ത കേട്ടതിന് പിന്നാലെ ഇതിനെ ഒന്ന് ജഡ്ജ് ചെയ്യാനോ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനോ സാധിക്കില്ല. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഇതിന്റെ ഒരു സത്യാവസ്ഥ നമ്മൾ അറിയുന്നത്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതി പോലെ ആയിരിക്കില്ല ഇതിന്റെയൊക്കെ ഒരു പിന്നാമ്പുറം എന്ന് പറയുന്നത്. എന്തായാലും ഇതിലെ സീരിയൽ നടിയായ നിഷ സാരംഗിന്റെ ഒരു പോസ്റ്റ് ഈ 2-3 ദിവസം മുമ്പ് വൈറൽ ആയിട്ടുണ്ടായിരുന്നു. അവര് വിവാഹം നോക്കുന്നുണ്ട്. അപ്പൊ അവരുടെ മോൾ ഇങ്ങനെ പറയുന്നതായിട്ട്,
പ്രശസ്തി ഒന്നും നോക്കാത്ത, പണമൊന്നും നോക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അമ്മക്ക് വേണ്ടിയിട്ട് ആലോചിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പോസ്റ്റ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിന് പിന്നാലെ ഇങ്ങനൊരു വാർത്ത വന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിഷയുടെ പേരും പലരും പറയുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത കുറച്ച് സമയം കൊണ്ട് വളരെയധികം വൈറലായിട്ടുണ്ട്. സ്നേഹയുടെ ഹസ്ബൻഡായ ശ്രീകുമാറിനെ കുറിച്ച് ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ട് പോലും ഇല്ല എന്നാണ് പലരും കമന്റ്സിലൂടെയൊക്കെ പറയുന്നത്. ബിജു സോപാനത്തിനെ കുറിച്ചും ഇതിനു മുമ്പ് ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇത് വിശ്വസിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. ഇപ്പോ സ്നേഹയും ശ്രീകുമാർ ആണെങ്കിൽ പോലും ഇൻഡസ്ട്രിയിൽ തന്നെ ഒരുപാട് നാളത്തെ ആ ഒരു പരിചയത്തിന് ശേഷം വിവാഹം കഴിച്ചതാണ്. സ്നേഹയുടെ 2ാം വിവാഹമായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഒരു ക്യാരക്ടർ വൈസ് നോക്കാനാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഒരു നല്ലൊരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞിരുന്ന ഒരാൾ തന്നെയായിരുന്നു ഈ ശ്രീകുമാറിൻ്റെത്. ബിജു സോപാനത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. അപ്പം പെട്ടെന്ന് ആളുകൾക്കൊരു ഞെട്ടലാണ് ഈ ഒരു വാർത്ത കേട്ടപ്പോഴേക്കും. ഇത് റിയൽ ആണോ അല്ലെങ്കിൽ ഒരു കെട്ടിച്ചമച്ച വാർത്തയാണോ എന്നുള്ളത് മാത്രമാണ് ഇനി പുറത്തു വരേണ്ടത്. അപ്പം വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് അറിയാൻ സാധിച്ചേക്കാം. ഇത് റിയൽ ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഒരു കെട്ടിച്ചമച്ച ഒരു കാര്യം, ഒരു വാർത്തയാണോ, ഒരു പരാതിയാണോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.